വലിയ ദൗത്യമുണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ ഫതഹായി. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ മർക്കസു സക്കാഫത്ത് സുന്നിയെ പൂട്ടിയിട്ട് സക്കാഫി പട്ട് ഒഴിവാക്കിയാൽ കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മൾ ഈ കേരളം. ഗ്യാരണ്ടിയാണിത്. കാലഘട്ടത്തിന്റെ ചരിത്രത പറയുന്നത്. കേരളത്തെ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിനെ രാജ്യമാക്കുന്നവർ അതെങ്ങനെയാ എനിക്ക് മനസ്സിലാക്കില്ല. കേരളത്തിനെ രാജ്യമാക്കൽ ആയിരിക്കട്ടെ. അപ്പോ ഭീഷണിയല്ലേ? എന്താ ഭീഷണിയുടെ കാരണം എന്നറിയോ? ഇയാൾ എന്നെ പറയുന്നു, ഒരാൾ ഭീഷണിപ്പെടുത്തൽ എപ്പോഴാ ഭീഷണിപ്പെടുത്തലറിയോ? അത് പൂർണ്ണമാണെങ്കിൽ ആ കൊല്ലും തിരങ്ങ് കൂടിയിട്, എന്നാലേ അത് ആ ഭീഷണിപ്പെടുത്തുന്നു പറയാൻ പറ്റും. ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടല്ലോ. ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ്. അതുകൊണ്ടാണല്ലോ ഇവർ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണേ? മുജാഹിദാണ്. അതുകൊണ്ടാണ് അവിടെ പോയി മുജാഹിദാണ്. അവിടെ ആരും മുജാഹിദാണില്ല. അത് വരക്കായി. അപ്പോ എന്തുകൊണ്ടാണ് ഭീഷണിയുടെ സ്വരത്തിലേക്ക് മുജാഹിദിന് പോകേണ്ടി വന്നത്? അതിന്റെ ഉത്തരം ബാലുശ്ശേരി തന്നെ പറയട്ടെ. ഒരു ഭീഷണിന്റെ സ്വരം എപ്പോഴാ ഉണ്ടാകുക അറിയോ? ആദർശത്തിന്റെ മുമ്പിൽ പിടിച്ചിക്കാൻ പറ്റാതെ വരുമ്പോ. ഇത് നമ്മൾ പറയുന്ന ആദർശം ഉണ്ടല്ലോ, ശിർക്കിന്റെ കോട്ടക്കൊത്തളങ്ങൾ തകർന്നു വീഴുമ്പോ, കള്ളവാദങ്ങളുടെ വലിയതായി കൊണ്ടുവന്നൊക്കെ ഉണ്ടല്ലോ, ചീട്ട് കൊട്ടാരം പോലെ തകർന്ന് തരിപ്പണാവുമ്പോ പിന്നെ ഭീഷണിയുടെ സ്വര അത് വേണ്ട. അതുകൊണ്ട് പടച്ചതമ്പുരാനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നിടത്ത് സത്യവിശ്വാസികൾക്ക് പടച്ചവനോടായിരിക്കും ഏറ്റവും വലിയ. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വേണ്ട. അതുകൊണ്ട് ഭീഷണി കൊണ്ടൊന്നും ഇത് നടക്കൂല. അടുത്ത ചോദ്യം ചോദിക്കേണ്ടതാണ്. ഹിജ്റ 400 ഇസ്ലാമിൽ നിന്ന് തെറ്റിയ ഷിയാക്കളിലെ ഫാത്തിമിയ ഉബൈദിയ വിഭാഗമാണ് നബിദിനം തുടങ്ങി വെച്ചതെന്ന് അല്ലിബാദിലെ 251 പേജിൽ ഉണ്ടെന്ന് ഇസ്ലാമിനിട്ടുന്ന മെസ്സേജ് ഒന്ന് തന്നെയാണ് ഷെയ്ഖാലിന്റെ. അതിന് മൊത്തത്തിൽ മറുപടി പറഞ്ഞതൊക്കെ കളവാണ്. കാരണം കളവ് പറയാൻ ഏറ്റവും കൂടുതൽ ഉഷാർ മുജാഹിദുകളാണ്. ഈ അടുത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു. എന്താണെന്നറിയോ? റബീഉൽ അവ്വലിൽ അള്ളാഹുവിന്റെ റസൂല് നബിദിനം കഴിച്ചതായി തെളിവുണ്ടോ? ഞാൻ അയാളോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ റബീഉൽ അവ്വലിൽ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചതായി തെളിയിക്കാൻ കഴിയുമോ? അതിനിതുവരെ മറുപടി കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എല്ലാം ചോദിക്കാം. ഈ അടുത്തൊരു മുഖാമുഖത്തിന് എന്നപ്പോ ചോദിച്ചല്ലോ, എന്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് നബിയുടെ ഖബറിന്റെ മുകളിൽ കുബ്ബയുണ്ടായിരുന്നോ? ഒരാൾ ചോദിച്ചതാണ്. അപ്പൊ ഈ ചോദ്യങ്ങളൊന്നും എവിടെ ഫിറ്റാക്കണ്ടി എന്താണെന്നൊന്നും ഒരു മുജാഹിദിനും അറിയൂല. വെറുതെ ചോദിക്കുക, അത്രയേ ഉള്ളൂ. അതിൽ വേറെ കഥകളില്ല എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തും. കൂടുതലുണ്ടാവില്ല, വേഗം വരണം. ഇമാം ഫാക്കിഹാനി നബിദിനാഘോഷത്തെ അംഗീകരിക്കുന്നില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത് പിടിച്ച് ഇതിനെ ന്യായീകരിക്കുന്നത്? ഇമാം ഫാക്കിഹാനി നബിദിനത്തെ അംഗീകരിക്കുന്നില്ല എന്നു പറഞ്ഞത് തന്നെ അദ്ദേഹം അത് വിശദീകരിച്ചാൽ സംഗതി ശരിയാവും. ഫാക്കിഹാനി ഇമാം എതിർത്തത് നബിദിനത്തെയല്ല എന്ന് ആ സുഹൃത്തിനെ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കലും നബിദിനം കഴിക്കാൻ പാടില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടില്ല. ഫാക്കിഹാനി അങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് തിരിഞ്ഞത് എവിടുന്ന? അത് ഇമാം സുയൂത്തിയുടെ കിതാബ്, അത് ഈ കിതാബാണ്, നമ്മുടെ അൽഹാബിലിൽ ഫത്താവ. അതുകൊണ്ട് തന്നെ ഇതിൽ മൗലിദാഘോഷത്തിന് തെളിവ് പറഞ്ഞ ഇമാം സുയൂത്തി ഇമാം ഫാക്കിഹാനി പറഞ്ഞ ചില വാക്കുകളെ ബഹുമാനപ്പെട്ടവർ മറുപടി പറയാൻ വേണ്ടി എടുത്തു കൊടുക്കുക മാത്രമാണ് ചെയ്തത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പക്ഷെ അവിടെയും ഇമാം ഫാക്കിഹാനി മൗലിദാഘോഷം പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു തരണമെന്നാണ് പറയാനുള്ളത്. ഒന്നുകൂടി പറയാ, ഇമാം ഫാക്കിഹാനി എതിർത്തത് തന്നെ ലാ അഅലമു ലി ഹാദൽ മൗലിദി എന്നാണ്. അതായത് ഇമാം ഫാക്കിഹാനിയുടെ കാലഘട്ടത്തിൽ ചില ഹറാമുകൾ കലർന്ന രൂപത്തിൽ നടത്തപ്പെടുന്ന മൗലിദുകൾ, അതിനെയാണ് ഇമാം ഫാക്കിഹാനി ചോദ്യം ചെയ്തത്. അല്ലാതെ മൊത്തം മൗലിദാഘോഷം അത് പാടെ വർജിക്കണമെന്നൊന്നും ഫാക്കിഹാനി ഇമാമും പറയൂല. അത് വളരെ വ്യക്തവുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ശിർക്ക് ചെയ്യുന്ന ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? ശിർക്ക് ചെയ്യുന്ന ഇമാമിനെ തുടർന്ന് നിസ്കരിച്ച ആളെ കുറിച്ച് നമ്മൾ വേറെ എന്തോ ഒരു പരിശോധന നടത്തേണ്ടി വരും. പക്ഷേ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മരക്കഷ്ണം മുന്നിൽ നിന്നാലും നിസ്കരിക്കാന്നാണ് അവരുടെ മദ്ഹബ്. അങ്ങനെയാണ് വളരെ വ്യക്തമായി അവർ. അവർക്ക് തന്നെ ആശയമില്ലല്ലോ, പിന്നെ അവരെ കാര്യം തന്നെ അവനെന്നെ മുശ്രിക്കാന്ന് അവരെ വാദം. അപ്പോ മുജാഹിദുകൾക്ക് ഈ ശിർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ യാതൊരു ഗൗരവവും മനസ്സിലായിട്ടില്ല. ഈ അടുത്ത് ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം വന്നു. ആ ഈസാ നബി അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് സഹായം തേടും എന്ന് പറഞ്ഞപ്പോ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് ഒരു മൗലവി, അത് ഈസാ നബിയുടെ സ്പെഷ്യൽ കേസാണ് എന്നാണ്. ഈസാ നബിക്ക് പ്രത്യേകമായിട്ടൊരു ശിർക്ക്,
അങ്ങനെയാണ് ഇവിടെ പ്രസംഗിച്ച മുനീർ മദനി തന്നെയാണത് പറഞ്ഞത്. അവ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവർക്ക് ആ വിഷയത്തിലൊന്നും യാതൊരു പിടുത്തവുമില്ല. അന്ന് വെച്ചുകൊടുക്ക്. ഉദാഹരണം പറഞ്ഞാൽ ശിർക്ക് വെക്കുന്ന ഒരു അംശം, ഞാനൊരു വീടുണ്ടാക്കിയെന്ന് സങ്കല്പിക്കുക. ഞാൻ പറയുന്നു ഇവിടെ താമസിച്ചതിന് ശേഷം എനിക്കെന്താന്ന് അറിഞ്ഞൂടാ, ഒരു പ്രയാസം, ശിർക്കാണ്. എനിക്ക് ഈ കുട്ടി ഉണ്ടായപ്പോൾ എന്താന്ന് അറിഞ്ഞൂടാ, വല്ലാത്ത പ്രയാസം. മറ്റേ കുട്ടി ഉണ്ടായപ്പോൾ എന്താന്ന് അറിഞ്ഞൂടാ, വലിയ സന്തോഷം. ഇതില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഇപ്പം വലിയ മുജാഹിദായെന്ന് പറഞ്ഞ ഉദ്ദേശങ്ങളുണ്ടല്ലോ, വലിയ മുജാഹിദാണ് ഇപ്പൊ നമ്മള്. നമുക്കുണ്ടോ ഈ വിശ്വാസമല്ലേ? ഉണ്ട്. അവങ്ങൾ ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളിഞ്ഞി. അപ്പോൾ ഓല കാര്യത്തിൽ തന്നെ യാതൊരു ഉറപ്പില്ല. കാരണം ആദ്യം പറഞ്ഞത് എന്താ, ഇത് വിശ്വസിക്കൽ ശിർക്കാണ്. പിന്നെ അയാൾ തന്നെ പറയാ ഈ വിശ്വാസം നമുക്കുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ നിങ്ങൾ ആരായി? നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. അപ്പൊ അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മുശ്രിക്കാക്കിയിട്ടില്ല, അവരെ തന്നെ മുശ്രിക്കാക്കിയാണ്. ഈ പരസ്പരം മുശ്രിക്കാക്കിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് എടുക്കുന്നില്ല. ആവശ്യമാണെങ്കിൽ ഞാനത് കേൾപ്പിക്കാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ ഖിയാമത്ത് വരെ ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന എല്ലാ റൂഹുകളും സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് മാത്രം അത് നിർവഹിച്ചില്ല. ഒരു വാണിംഗ് കൊടുക്കാതെ ഔട്ടാക്കുകയുണ്ടായി. ഇതേ സംഭവത്തിന്റെ ഒരു തുടർച്ച അന്ന് ആലമുൽ അർഹായിൽ വെച്ചിട്ടാണെങ്കിൽ നാളെ മഹ്ശറിൽ അള്ളാഹു നേരിട്ട് ഹാജരാകുന്ന ഘട്ടത്തിൽ ഇന്ന് മുജാഹിദ് ജമാഅത്ത് പോലുള്ള ആളുകളിൽ നിന്ന് നേരിട്ടുള്ള പ്രാർത്ഥനയ്ക്കുള്ള ചോദ്യത്തിന് ഉചിതമായ ഏറ്റവും വലിയ മറുപടി ആഹാരത്തിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് ചോദിക്കാൻ ആർക്കും അവിടെ സാധിക്കുന്നില്ല. എല്ലാവരും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേരെ പോകുന്നു, സങ്കടം പറയുന്നു, കൈയൊഴിയുന്നു. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള ആളുകൾ നേരിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുകയും ആ സമീപിക്കുന്ന ഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടന്നുകൊണ്ട് അത് ശുക്രിന്റെ സുജൂദാണെന്നാണ് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയത്. മറ്റാർക്കും കൊടുക്കാത്ത ഷഫായത്തിന്റെ അധികാരം നൽകിയ റബ്ബിനുള്ള ആ സുജൂദ്, ആ ഘട്ടത്തിൽ അള്ളാഹു പറയുന്നു, യാ മുഹമ്മദ്, നിങ്ങൾ ഇവിടെ സുജൂദിന്റെ സ്ഥാനമല്ല, എന്താണ് ആവശ്യം ചോദിച്ചുകൊള്ളുക. ഈ ഒരു ആശയം ലോകത്ത് അള്ളാഹു നടപ്പിലാക്കിയത് തപസ്സുൽ ഇസ്തിഗാസയുടെ മാർഗമായിട്ടല്ലേ? നേരത്തെ ഞാൻ ആലമുൽ അർവായിൽ വെച്ചിട്ട് ആദം നബി അലൈഹി സ്വലാം സുജൂദ് ചെയ്തിട്ടുള്ള രീതിയിലും ചെയ്യാത്ത ഇബ്ലീസിനെ ഔട്ടാക്കിയതും ആഹാരത്തിൽ അള്ളാഹു നേരിട്ടുള്ള സന്ദർഭത്തിൽ ആർക്കും നേരിട്ട് ചോദിക്കാതെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അവിടെ ആ ഷഫായത്തിന് അധികാരം വെച്ചിട്ട് റസൂലാണ് ചോദിക്കുന്നതും. ഇതിന് വ്യക്തമായിട്ടുള്ള തൗഹീദ് ലോകത്ത് പരലോകത്തും അതിന്റെ പ്രതിഫലം നൽകുന്ന സന്ദർഭത്തിൽ ഇത് തന്നെ പോരെ സുന്നികൾക്ക് ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള മറുപടി മുജാഹിദുകൾക്ക് കൊടുക്കാൻ എന്നതാണ് എന്റെ വാദം. അത് ശരിയാണോ അല്ലയോ? അപ്പോ അതിപ്പോ ഇങ്ങോട്ടല്ല ചോദ്യം, അങ്ങോട്ടാണ്. മുജാഹിദുകൾ മുഖാമുഖത്തിൽ ഇരുന്ന് കൊടുക്കാത്തത് കൊണ്ട് നമ്മളോട് പറഞ്ഞതാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, അതെന്താണെന്നറിയോ? സാധാരണക്കാരായ നമ്മുടെ ചെറുപ്പക്കാർക്കും അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും അത് സൂര്യപ്രകാശം പോലെ വെളിച്ചമായിരിക്കുന്നു. അള്ളാഹുവിന്റെ അമ്പിയാക്കളോട്, ഔലിയാക്കളോട് അവരെ ഇടയാളന്മാരാക്കാം, അവരോട് കാര്യം പറയാം. ഇതിലൊന്നും യാതൊരു തർക്കവുമില്ല. ആർക്കടക്കല്ല? നിങ്ങള് സലഫിക്കടക്കല്ല. നമ്മൾ യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് പറയുമ്പോ എന്താ മുജാഹിദ് പറയാ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. നബിയോ? അതുണ്ടാവൂല, അള്ളയെ രക്ഷപ്പെടുത്താ. ഇപ്പതാ നമ്മളെ ഹുസൈൻ സലഫി നാദാപുരത്ത് പെട്ടുപോയ സലഫി, ആ സലഫി അയാൾ പറയുന്നു, ഹദീസ് ഉദ്ധരിച്ച്, അള്ളാന്റെ റസൂലതാ മഹ്ശറയിൽ വരുന്നു, അങ്ങനെ നരകത്തിൽ നിന്ന് ആളെ രക്ഷപ്പെടുത്തി സ്വർഗത്തിലാക്കുന്നു. പറയൂ, ഹുസൈൻ സലഫി എന്നെ പറയട്ടെ. പ്രത്യേകമായി ഒരു ശുപാർശ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. അതെന്താ? ഇങ്ങനെയൊക്കെയായി ആളുകളെ വിചാരണക്കെടുത്ത് സ്വർഗത്തിലേക്കൊരു വിഭാഗവും നരകത്തിലേക്കൊരു വിഭാഗവുമായി തിരിക്കപ്പെട്ടതിന്റെ ശേഷം ഇനി അവിടെ റസൂലുള്ള ഒരു ശുപാർശ നടത്തുന്നു. എന്താണ് ആ ശുപാർശ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, ഞാൻ വീണ്ടും എന്റെ റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ പോയി കിടക്കും. ഫൈദാ റഅയ്തുഹു വഖഅതു സാജിദൻ,